ಹಲೋ ಹಾಯ್ ಮೈ ಫ್ರೆಂಡ್ಸ್. ഞാൻ ಫಸ್ಟು ಕನ್ನಡದಲ್ಲಿ ಹೇಳ್ತೀನಿ, ಆಮೇಲೆ ಮಲಯಾಳದಲ್ಲಿಯೂ ಹೇಳ್ತೀನಿ. ಏಕೆಂದರೆ ನನ್ನ ಸಬ್ಸ್ಕ್ರೈಬರ್ ಕನ್ನಡನೂ ಇದೆ, ಮಲಯಾಳೀಸೂ ಇದೆ. ಅದಕ್ಕೆ ನಾನಿವತ್ತು ಒಂದು ದೊಡ್ಡ ಚರ್ಚಿನಲ್ಲಿ ಬಂದಿದ್ದೀವಿ. ಒಂದು ದೊಡ್ಡ ಚರ್ಚಿನಲ್ಲಿ ಬಂದಿದ್ದೀನಿ. ನೋಡಿ ಹೇಗಿದೆ ಆ ಚರ್ಚ್, ಹೇಗೆ ಇದೆ ಅಂತ ನೋಡಿ. ಎಷ್ಟು ಚೆನ್ನಾಗಿ ಮಾಡಿರೋದು ಚರ್ಚ್ ನೋಡಿ. ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ ಅಂತ ನೋಡಿ. ഇത് വിവേകനഗറിലുള്ള ഒരു വലിയ പള്ളിയാണിത്. വിവേകനഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് 24 hours ഓപ്പണാണ്. ആർക്കെപ്പോൾ വന്നാലും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരിടമാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നത് വിവേകനഗറിലാണ്. വിവേകനഗർ ചർച്ചെന്ന് ചോദിച്ചാൽ മതി. ശിവാജി നഗറിൽ വന്നിറങ്ങിയിട്ട് 144 ബസ് നമ്പർ അല്ലെങ്കിൽ 141 ബസ്സിൽ കയറിയാൽ നമുക്ക് ഈ വിവേകനഗർ പള്ളിയിൽ വരാം. 144 ബസ് നമ്പർ ഈ വിവേകനഗർ പള്ളിയിൽ നമുക്ക് വരാവുന്നതാണ്. എന്തൊരു വലിയ പള്ളിയായിരുന്നു നോക്കിക്ക്. എത്ര ആൾക്കാരിരിക്കും. ഇപ്പം രാവിലത്തെ കുർബാന കഴിഞ്ഞു. ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. അത് കാരണത്താൽ കുർബാന കഴിഞ്ഞു. ഇവിടുത്തേത് കുർബാന കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ വിസിറ്റേഴ്സ് മാത്രം വരുന്ന സമയമാണ്. ಕುರ್ಬಾನೆಯ ಟೈಮ್ കഴിഞ്ഞು. ಪ್ರೇಯರ್ದು ಟೈಮ್ ಮುಗೀತು. 12 ಗಂಟೆ ಹಂಗೆ. ಇವಾಗೆಲ್ಲ ವಿಸಿಟರ್ಸ್ ಎಲ್ಲ ಬರ್ತಾರೆ, ಹೋಗ್ತಾರೆ, ಪ್ರೇಯರ್ ಮಾಡಿಕೊಂಡು ಹೋಗ್ತಾರೆ. ನೋಡು ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ ಅಂತ ನೋಡಿ. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോയി. രാവിലത്തെ കുർബാന കഴിഞ്ഞു. ഇനി വൈകിട്ടുണ്ട് കുർബാന. ഭയങ്കര വെയിലാണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കുർബാന കഴിഞ്ഞെങ്കിലും ആൾക്കാരിഷ്ടത്തിനുണ്ട്. ಪ್ರೇಯರ್ ಮುಗೀತು. ಇದು ಮೇನ್ ಡೋರ್. ಇದು ಚರ್ಚಿಂದು ಮೇನ್ ಡೋರ್ ಇರೋದು. ಇದು ഇവിടെ മെഴുകുതിരി, ബുക്ക്, എല്ലാ സാധനം, പിന്നെ ലേലം വിളിക്കുന്ന സാരികൾ, അതെല്ലാം ഇവിടെ കിട്ടും. ചാപ്പലാണിത്. ഇവിടെ എന്നും പ്രാർത്ഥനയുണ്ട്. പക്ഷെ കുർബാന വരുന്നത് വ്യാഴാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ.
ಹೊರಗಡೆ ಬಂದಾಗ ಇದ್ರು വലിയ പള്ളിയാണ്, എല്ലാ സൗകര്യവും ഉണ്ട്. ഈ പള്ളിയുടെ തന്നെ സ്കൂളും ഉണ്ട്. ഇതിൻ്റെ തന്നെ ഇവിടെ സ്കൂളും നടത്തുന്നുണ്ട്. യേശു വിദ്യ